ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, മമ്മൂക്കയാണ് ആദ്യമായിട്ട് ക്യാമറ തന്നത് എന്നൊരു വാചകം. പലരും ചോദിക്കാറുണ്ട് സിനിമയിലുള്ള മറ്റാരും സഹായിച്ചില്ലേ. അതിൽ ഉള്ളൊരു മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരാനുള്ള പല സാധനങ്ങളും ഇവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ എൽ.വി. പ്രസാദിൽ ഫീസ് കൊടുത്തേക്കുന്നത് ദിലീപേട്ടനാണ്. ഇപ്പോൾ ക്യാമറ അവിടെ നിൽക്കാനുള്ള മറ്റ് പല ചിലവുകളും അല്ലെങ്കിൽ ഡ്രസ്സ് ഇതൊക്കെ ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്. ബിരിയാണിയിൽ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റായി ഷൂട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ്. കാരണം നമ്മൾ തന്നെ ക്യാമറ എടുക്കുന്നു, ഫോക്കസ് ചെയ്യുന്നു, കൊണ്ടു കിടക്കുന്നു. ചെറിയ ക്യാമറ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം വെച്ച് ലൈറ്റ് ചെയ്യുന്നു. സിനിമാറ്റോഗ്രാഫി നന്നായിട്ടുണ്ട്, വളരെ നന്നായി എന്നൊക്കെ പറയുമ്പോൾ പലരും പറയുന്നു നോക്കുന്ന അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രെയിമാണോ, നമ്മൾ നോട്ട് ചെയ്യുന്ന പോലെയുള്ള മൂവ്മെൻറ്റുകളാണോ, അങ്ങനെയുള്ള പലതും വെച്ചിട്ടാണ് പലരും പറയാറ്. അത് സിനിമയ്ക്ക് ആവശ്യമാണോ എന്നുള്ളതും കൂടെ നോക്കണമല്ലോ. ഈയിടെ പുറത്തിറങ്ങിയ ധീരൻ എന്ന സിനിമയുടെ ഛായാഗ്രാഹകനും മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ ശ്രീ ലോഹിതദാസിൻ്റെ മകനുമായിട്ടുള്ള ഹരികൃഷ്ണൻ ലോഹിതദാസാണ് നമ്മളൊപ്പം ഉള്ളത്. നമസ്കാരം. സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, മമ്മൂക്കയാണ് ആദ്യമായിട്ട് ക്യാമറ തന്നത് എന്നൊരു വാചകം. ശരിക്കും എന്തായിരുന്നു ആ ഒരു ഓർമ്മ? അല്ല, ആദ്യമായി ക്യാമറ തന്നതെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ എൽ.വി. പ്രസാദ് ഫിലിം ആൻഡ് ടെലിവിഷൻ അക്കാദമി ചെന്നൈയിൽ പഠിക്കുന്ന സമയത്ത് സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ കയറിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ അന്ന് ഇല്ലാത്തൊരു വസ്തു ഒരു ക്യാമറയാണ്. അപ്പോൾ അന്ന് അതിനിടയിൽ ഒരിക്കൽ അവിടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിനായിട്ട് അദ്ദേഹം വരികയും വന്നപ്പോൾ എന്നെ വിളിക്കുകയും കാണുകയെല്ലാം ചെയ്തു. അപ്പോൾ അന്ന് ചോദിച്ചിരുന്നു, എന്താണ് നിനക്കില്ലാത്ത? എനിക്കില്ലാത്ത വസ്തു ഇതാണ്, ക്യാമറയാണ്. അപ്പോൾ ഏറ്റവും ആവശ്യമുള്ളത് ഇതല്ലേ സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ വരുമ്പോൾ. ഏതായിരുന്നു ആ ക്യാമറ? അതൊരു കാനൻ 70 ക്യാമറയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ള ക്യാമറ അത് തന്നെയാണ്. ഞാനിപ്പോഴും അത് തന്നെയാണ് റെക്കയും അതിനെല്ലാം പോകുമ്പോൾ ഉപയോഗിക്കുന്നത്. അത് അറൗണ്ട് 13 വർഷം ആയി ആ ക്യാമറ. അത് ഇപ്പോഴും പക്ഷേ നല്ല കണ്ടീഷനിലാണ്. അസറ്റ് കൂടിയാണല്ലേ? അതെ, ഞാൻ എപ്പോഴും അത് ഭയങ്കര വാല്യൂ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം എന്താ പറയുക, നമുക്കൊരു മുമ്പോട്ടുള്ളൊരു ജീവിത വഴിയായിട്ട് പുള്ളി തന്നൊരു കാര്യം. അതിന് ഭയങ്കര വാല്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ അതുപോലെ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. എപ്പോഴും കൂടെയുണ്ട് ത്രൂ ഔട്ട്. ഇപ്പോൾ വരുമ്പോൾ പോലും വണ്ടിയിലുണ്ട്. ഓക്കെ, അപ്പോൾ സന്തോഷ സഹാരി കൂടെയാണ്. അതെ, ത്രൂ ഔട്ട് ഉണ്ട്. അപ്പോൾ ധീരൻ ഇപ്പോൾ രണ്ടാമത്തെ സിനിമയാണ്. ആദ്യം ഇറങ്ങിയ സിനിമ പ്രളയശേഷം ഒരു ജലകന്യക എന്നുള്ള സിനിമയാണ്. ധീരനിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തെ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമോട്ടോഗ്രാഫിയിലുള്ള സ്റ്റീരിയോ ടൈപ്പുകളെ ഭേദിക്കണമെന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എന്തെങ്കിലും കുറച്ചുകൂടെ രസകരമായിട്ട് നമ്മൾ കാണുന്ന രീതിയിൽ കാണാൻ ശ്രമിക്കാമെന്ന് എപ്പോഴും നോക്കാറുണ്ട്. അത് ധീരനിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെയാണ്. പക്ഷേ എങ്കിലും എന്താ പറയുക, ഒരു ഭയങ്കരമായി ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുമില്ല. ഓക്കെ. എന്നാൽ എന്താ പറയുക, ഇപ്പോൾ നൈറ്റുകളാണെങ്കിലും എല്ലാം ലൈറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അത് പലപ്പോഴും പുതിയതാണ്, ചിലത് ഈ പറയുന്ന പോലെ പഴയതാണ്. കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത പല ടെക്നിക്കുകളും വീണ്ടും പല സ്റ്റൈലുകളും തിരിച്ചുപയോഗിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഈ സിനിമാറ്റോഗ്രാഫി ജേണിയിൽ കാലങ്ങളോളം എനിക്ക് തോന്നുന്നു അസിസ്റ്റൻ്റായിട്ടും സഹായിയായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണു സാറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പേരുകൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ മെയിൻലി പറയുമ്പോഴുള്ള പല ആൾക്കാർ ഇപ്പോൾ വേണു സാറിൻ്റെ കൂടെയുണ്ട്. ജോമോൻ ടി ജോൺ, ഗിരീഷ് ഗംഗാധരൻ, പിന്നെ കാർത്തിക് മുത്തുകുമാർ, ഇവരെയൊക്കെ കൂടെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ പലരുടെയും കൂടെ പല എക്സ്പീരിയൻസാണ്. പലരുടെയും പലതും പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേണു സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പണ്ട് തൊട്ടേ കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ കുട്ടിയായിരിക്കുന്ന കാലം തൊട്ടേ കണ്ടേക്കുന്ന ഒരാളുമാണ്. സിനിമാറ്റോഗ്രാഫി പഠിച്ചു കഴിഞ്ഞ സമയത്തും എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. യാദൃശ്ചികമായിട്ടാണ് മുന്നറിയിപ്പ് എന്ന് പറയുന്ന സിനിമ വരുന്നതും അതിലേക്ക് വർക്ക് ചെയ്യാൻ പോകാനും പറ്റുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഏറ്റവും ആദ്യം തന്നെ നമുക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹം സഫലീകരിച്ച പോലത്തെ ഫീലായിരുന്നു. മുന്നറിയിപ്പിൻ്റെ സംവിധായകനും അതെ, സംവിധായകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിഷ്വലിനെ എങ്ങനെ നോക്കി കാണുന്നു അല്ലെങ്കിൽ സിനിമയെ മൊത്തത്തിൽ എങ്ങനെ കാണുന്നു എന്നുള്ളതെല്ലാം
അതിന്റെ ടൈറ്റിൽസ് തന്നെ കാണിക്കുന്ന ഒരു വിഷ്വൽ, ഉറുമ്പുകള് അതിന്റെ തീറ്റ കൊണ്ടുപോകുന്ന പോലെയുള്ള ഒരു വിഷ്വൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു ആശയമാണ്. അങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ ഒരു പക്ഷേ വരാൻ അത്തരം സിനിമകളുടെ ഹെൽപ്പറായിട്ട്, ഐ മീൻ സഹായിയായിട്ട് നിൽക്കുക എന്നുള്ള സാഹചര്യം. അതെ അതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതെന്ന് എപ്പോഴും മനസ്സിലായിരുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ആദ്യ സിനിമ എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രഫി മാത്രമല്ല എന്ന് എപ്പോഴും ചിന്തിക്കണം എന്നുള്ളൊരു കാര്യം. അത് അദ്ദേഹം ഈ പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ അവസാനം പോരുമ്പോഴും ഈ പറയുന്ന പോലെ പറയുന്ന കാര്യം ഒന്നാണ്, ഇപ്പോൾ സിനിമ ചെയ്യും, പക്ഷെ ഒരു കാര്യം മാത്രം ഓർക്ക്, സിനിമാറ്റോഗ്രഫി മാത്രമല്ല സിനിമ, എല്ലാം എല്ലായിടത്തും കണ്ടെത്തണം. വടക്കൻ സെൽഫിയിലൊക്കെ കലി, പിന്നെ കമേഴ്ഷ്യൽ അല്ലാത്ത ബിരിയാണി സിനിമയിൽ സജിൻ ബാബുവിന്റെ കൂടെയും ഉണ്ടായിരുന്നു. സജിൻ ബാബു. പിന്നെ ബിരിയാണിയിൽ ഞാൻ കുറച്ചുകൂടെ എന്താ പറയുക, അഡീഷണൽ സിനിമാറ്റോഗ്രാഫറാണ്, സെക്കൻഡ് ക്യാമറാമാനാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് മറ്റൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്. അത് ഭയങ്കര എന്താ പറയുക, കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയി ഷൂട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ്. കാരണം നമ്മൾ തന്നെ ക്യാമറ എടുക്കുന്നു, ഫോക്കസ് ചെയ്യുന്നു, കൊണ്ട് കിടക്കുന്നു, ചെറിയ ക്യാമറ, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം വെച്ച് ലൈറ്റ് ചെയ്യുന്നു. അത് എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. എനിക്ക് എന്താ പറയുക, ഇനിയും അതുപോലെയുള്ള ഇതുകൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മിനിമൽ ഗാഡ്ജറ്റ്സ് മാത്രമല്ല, അതൊരു ഭയങ്കര എന്താ ഇൻഡിപെൻഡൻറ്റ് ക്രിയേറ്റീവ് സ്പേസ് ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, നമ്മുടെ ഇംപ്രവൈസേഷൻസ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതലും എന്താ പറയുക, ആ സിനിമകളുടെ ലക്ഷ്യം കൂടുതൽ നമ്മുടെ എക്സ്പ്രഷൻ എന്നുള്ളതാണ്. അത് ചെയ്യാൻ ബിരിയാണിയിൽ പറ്റിയിട്ടുണ്ട്. കൂടെ നിൽക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു ബിരിയാണി. ഞങ്ങൾ എന്താ പറയുക, നാട്ടുകാർ ഓടിച്ച സമയം വരെയുണ്ട് അതിനകത്ത്. സിനിമ വിവാദമാവുകയും അത്യാവശ്യം അല്ലേ, പിന്നീട് പുറത്തിറങ്ങിയപ്പോഴും എല്ലാം. ധീരനിലോട്ട് വരാം നമുക്ക്. അപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാസ്റ്റിംഗ് ആണ്. ഒരു സ്റ്റാർ കാസ്റ്റ് അതിനകത്തുണ്ട് അല്ലേ. എന്താ പറയുക, ഒരു വെറ്ററൻ ആയിട്ടുള്ള മലയാളത്തിലെ ആക്ടേഴ്സ് എല്ലാവരും അണിനിരന്നിട്ടുള്ള ഒരു സിനിമയൊക്കെയാണ്. ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാം. അത് എന്താ പറയുക, വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പണ്ടേ കുറേ സെറ്റുകളിലൊക്കെ പോയി അവിടെയൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പരിചിതമായിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു ധീരൻ ഷൂട്ട് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് പിന്നീട് അസിസ്റ്റ് ചെയ്ത സമയത്തും എല്ലാം പലപ്പോഴും പല സിനിമകളിലും സ്റ്റാർ കാസ്റ്റ് എപ്പോഴും ഏറെക്കുറെ സമയത്തും ക്യാരവാനിലേക്കായിരുന്നു. അവർക്ക് അങ്ങനെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്, കാരണം പൊതുവെ ആളും ബഹളവും എല്ലാം വെച്ച്. പക്ഷേ ധീരനിലേക്ക് വരുമ്പോൾ പൊതുവെ ഇവരെല്ലാവരും ഓൺ സെറ്റ് ഉണ്ടായിരുന്നു ഏറെക്കുറെ സമയം. ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാനോ ഒന്ന് ക്യാരവാനിലേക്ക് കയറുക എന്നല്ലാതെ, അല്ലെങ്കിൽ കോസ്റ്റ്യൂം മാറാൻ ക്യാരവാനിലേക്ക് കയറുക എന്നല്ലാതെ ഏറെക്കുറയും ഇവർ എന്താ പറയുക ഓൺ സെറ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ തമാശകളും അവരുടെ കമൻറ്റുകളും ഇതെല്ലാം ആയിട്ട് ഒരു കുറേ കൂടെ എന്താ പറയുക, എനിക്ക് യൂസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ പഴയകാല സെറ്റുകളിലെ പോലത്തെ ഒരു ഫീലായിരുന്നു. അത് പൊതുവെ എല്ലാവരിലും ഒരു എനർജി ചെന്നിട്ടുണ്ടായിരുന്നു. ഭാവിയിൽ എന്തായാലും അതൊരു ഓർമ്മയ്ക്ക് വകയുള്ള തീർച്ചയായിട്ടും കാരണം ഇതുപോലെ ഒരു സെറ്റ് എനിക്ക് കിട്ടുമെന്ന് അറിയില്ല, ഉറപ്പില്ല. കാരണം പക്ഷെ ഇവർ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഇത്രയും കാലം ആയെന്നുണ്ടെങ്കിലും ഇവർ ഭയങ്കര യൂത്ത്ഫുള്ളാണ് ഇവരെല്ലാവരും. ഇവൻ ആ ഒരു അതിന് ശേഷം വന്നിട്ട് ഇന്റർവ്യൂസിലൊക്കെ കണ്ടപ്പോൾ ആ ഒരു എനർജി കറക്റ്റ് ഫീൽ ചെയ്തു. ഇന്റർവ്യൂസിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരവിടെ ഇതിനേക്കാളും കുറേ കൂടെ റിയലാണ്. അപ്പോൾ ലോഹി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനേറെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഒരുപാട് വായിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള ഒരു സംവിധായകനാണ്, എഴുത്തുകാരനാണ്. അപ്പോൾ അച്ഛനാണ് സിനിമാ പ്രവേശത്തിന് കാരണമായി തീർന്നതെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? ഇല്ല, അച്ഛൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ സിനിമയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ സിനിമയിലേക്ക് എക്സ്പോസ്ഡ് ആയി വളരെ ചെറുപ്പം തൊട്ട്. പിന്നെ ഞാൻ സിനിമാറ്റോഗ്രാഫേഴ്സിനെ സിനിമ സെറ്റിൽ കണ്ടിട്ടാണ് എനിക്ക് കൂടുതൽ സിനിമാറ്റോഗ്രഫിയുടെ ആദ്യം ഇഷ്ടം വരുന്നത്. അതിന് ശേഷമാണ് ഇവരെന്താ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അച്ഛനാണ് കാരണം എന്ന് പറയാം. പിന്നെ അച്ഛൻ അറിയായിരുന്നു എനിക്കിതിനോടാണ് താല്പര്യം എന്നുള്ളത്. അതൊരിക്കലും വേണ്ടാന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ ഒരു പരിധിക്ക് മേലെ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല.
പക്ഷേ എങ്കിലും അച്ഛൻ അറിയാവുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ അവസാന സമയങ്ങളിൽ ചിലരെ അസിസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരെ സംസാരിച്ച പോലെ ഫേസ്ബുക്കിൽ ഒരു കവർ ഫോട്ടോ വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ളൊരു ഫാമിലി ഫോട്ടോ ആണ്. അപ്പോൾ അതിനെപ്പറ്റി എന്തായിരുന്നു പറയാനുള്ളത്? ആ കാലഘട്ടത്തിൻ്റെ സെറ്റുകളിൽ നിന്നാണ് എടുത്തതെന്ന് കൃത്യമായിട്ട് അറിയാതെ, പക്ഷേ ആ ഒരു വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കി? ഇന്നത്തെ കാലത്തെ സിനിമാ സെറ്റുകളും പഴയ കാലത്തിൻ്റെ സെറ്റുകളും തമ്മിലുള്ളൊരു വ്യത്യാസം ചെറിയ കുട്ടിയെന്ന നിലയ്ക്ക് കണ്ടിട്ടുണ്ടാവില്ലേ? വെച്ചാൽ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, പലതും നമുക്ക് മനസ്സിലായിട്ടുണ്ട്, പലതും മനസ്സിലായിട്ടില്ല. ഈ ഫേസ്ബുക്കിലെ കവർ ഫോട്ടോ എന്ന് പറഞ്ഞ് വരുമ്പോൾ അതും എൻ്റെ ഏറ്റവും ആദ്യത്തെ സിനിമയിലെ ഓർമ്മയും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോ ആണത്. അത് ആധാരം എന്ന് പറയുന്ന സിനിമയുടെ സമയത്ത് എടുത്തേക്കുന്ന ഒരു ഫോട്ടോ. എൻ്റെ ഏറ്റവും പഴയ സിനിമ ഓർമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിനിമയിലൊരു ഷോട്ട് എടുക്കുന്ന ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാരത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത്, അവിടുത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും പഴയ സിനിമ ഓർമ്മ. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സിൽ എല്ലാവരും കൂടെ വന്ന് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഇടിയുള്ള ഒരു സാധനം, അത് ആ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത വീടിൻ്റെ പടിപ്പുരേൻ്റെ അവിടെ നിന്ന് ഞാൻ കാണുന്നത്. അതാണ് ഇപ്പോഴും എൻ്റെ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള സിനിമ ഓർമ്മ, ഏറ്റവും പഴയ സിനിമ ഓർമ്മ. ആദ്യത്തെ ചിത്രം അല്ലേ? ആദ്യത്തെ ഒരു സിനിമ സെറ്റിൻ്റെ ചിത്രം ബാക്കി നിൽക്കുന്ന ഓർമ്മ. പക്ഷെ അത് സ്വാധീനിച്ചിട്ടുണ്ടാവും അല്ലേ? അന്ന് ചെറുപ്പത്തിൽ കണ്ട ആ ഒരു കൗതുകം നിലനിന്നിട്ടുണ്ടാവാം. അത് തൊട്ട് അല്ല, പിന്നീട് ഒരുപാട് സിനിമകളുടെ സെറ്റുകൾ കാണുകയും ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എപ്പോഴും എന്താ പറയുക, നമുക്കറിയാലോ ഈ പുറകിൽ ഇവരെന്ത് ചെയ്തിട്ടാണ് സ്ക്രീനിലേക്ക് ഈ മാജിക് കൊണ്ടുവരുന്നത് എന്നുള്ളത് കാണുമ്പോൾ അതിനോട് കൂടുതൽ കൗതുകം തോന്നും, ഇഷ്ടം തോന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ഇപ്പോൾ ലോഹി സാറിൻ്റെ സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ചവരിൽ ഒരുപാട് പ്രമുഖരായിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. അതായത് വേണു സാറുണ്ട്, അതുപോലെ രാജീവ് കുമാർ, അഴകപ്പൻ. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ഷോട്ടുകളിലുള്ള പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛൻ്റെ സിനിമകൾക്കകത്ത് അവർ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏതെങ്കിലും ഒരു ഷോട്ട് ഇൻസ്പയർഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഷോട്ട് നമുക്ക് അല്ലെങ്കിൽ ഇന്ന ഷോട്ട് എന്ന് പറയാനായിട്ട് അങ്ങനെ ഒരുപാടുകൾ ഉണ്ടാവില്ല. കാരണം ഞാൻ ഒരിക്കലും സിനിമ കാണുമ്പോൾ ഷോട്ടിനെ പറ്റി ചിന്തിക്കാറില്ല. സിനിമ കാണുമ്പോൾ എപ്പോഴും അതിനെ ആസ് എ ഹോൾ ആണ്. കാരണം അതിനെ പിരിക്കാനായിട്ട് പിന്നെ അത്രയും പാടുവിട്ടിരിക്കണം, ഒരു ഷോട്ട് ബൈ ഷോട്ട് പിരിക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷേ സിനിമ ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വീണ്ടും ഷോട്ടിലേക്ക് പോകാൻ പറ്റില്ല. അത് എനിക്ക് പറ്റില്ല, പറ്റുന്നവരുണ്ടാവുമായിരിക്കും, പക്ഷെ എനിക്കൊരിക്കലും പറ്റാറില്ല. കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നോക്കുന്ന ഒരു കാര്യമില്ല. പക്ഷേ എനിക്ക് എപ്പോഴും സിനിമ ആസ് എ ഹോളാണ്. അപ്പോൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇത് പറ്റുന്നുള്ളതാണ് ഞാൻ വർക്ക് ചെയ്യുമ്പോഴും നോക്കാറുള്ളത്. അതുകൊണ്ട് ഒരു ഇന്ന ഷോട്ട് എന്ന് പറയാനില്ല. പക്ഷേ പല സിനിമകളിലെയും ഇപ്പോൾ ഭൂതക്കണ്ണാടിയിലെ പല ഫ്രെയിമുകളും പിന്നീട് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കന്മതത്തിലെ പല സീനുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അങ്ങനെ പല സിനിമകളിലും പിന്നീടും ഭയങ്കര ഇഷ്ടമുള്ള ഭാഗങ്ങളുണ്ട്. കാരണം ഒരു ഷോർട്ടായിട്ട് എനിക്ക് എടുത്ത് പറയാൻ പറ്റും. ചോദിക്കാനുള്ള കാരണം, പണ്ടൊക്കെ ആണെങ്കിൽ സിനിമ പണ്ടറിയപ്പെട്ടത് നടൻ്റെ പേരിൽ അല്ലെങ്കിൽ നായകൻ്റെ പേരിൽ, പിന്നീട് സംവിധായകൻ്റെ പേരിലേക്ക് എത്തി, പിന്നെ അത് റൈറ്ററുടെ പേരിലേക്കും, ഇന്നിപ്പോൾ അത് ഫോട്ടോഗ്രാഫറുടെയും മ്യൂസീഷ്യൻസിൻ്റെയും മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയൊക്കെ പേരിൽ മാത്രം സിനിമ കാണുന്ന ഓഡിയൻസിൻ്റെ ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാലത്ത് തീർച്ചയായിട്ടും ആ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഈ റിവ്യൂവേഴ്സൊക്കെ ഓരോന്ന് എടുത്ത് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ തുടർന്ന് അല്ലെങ്കിൽ ഭയങ്കര ഇംപ്രവൈസ്ഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഒരു വലിയൊരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഒരു കാഴ്ചക്കാരൻ നൽകി എൻ്റെ ഒരു തോന്നൽ. എനിക്ക് പൊതുവെ ഇപ്പോൾ റിവ്യൂവേഴ്സ് പലപ്പോഴും പറയുമ്പോൾ സിനിമാറ്റോഗ്രാഫി നന്നായിട്ടുണ്ട്, വളരെ നന്നായി എന്നൊക്കെ പറയുമ്പോൾ പലരും, എല്ലാവരും അല്ല, പലരും പറയുന്നത് നോക്കുന്ന അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രെയിമാണോ എന്നുള്ളതും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭയങ്കര നമ്മൾ നോട്ട് ചെയ്യുന്ന പോലെയുള്ള മൂവ്മെൻറ്റുകളാണോ, അങ്ങനെയുള്ള പലതും വെച്ചിട്ടാണ് പലരും പറയാറ്. ചില സമയത്ത് അത് സിനിമയ്ക്ക് ആവശ്യമാണോ എന്നുള്ളതും കൂടെ നോക്കണമല്ലോ. എനിക്ക് കൂടുതലും അത് സിനിമയ്ക്ക് ആവശ്യമാണോ എന്നുള്ളത് നോക്കുന്നതിലാണ് കൂടുതൽ താല്പര്യം. വെറുതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ബ്യൂട്ടി വിത്ത് പേർപ്പസ് എന്ന് പറയുന്ന കാര്യത്തിലാണ്, അതിലേക്ക് എത്താനാണ് കൂടുതൽ ശ്രമിക്കുന്നത്. അതൊരു പക്ഷേ ഈ പറയുന്ന പോലെ മുമ്പ് തൊട്ടുള്ള ഇതിനെപ്പറ്റി കേട്ട് വന്നേക്കുന്നത് കൊണ്ടായിരിക്കാം, പിന്നെ അല്ലെങ്കിൽ പഠിക്കുന്ന കാലം തൊട്ടേ അവിടെ എംഫസൈസ് ചെയ്തോ അതായതുകൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും പൊതുവെ എൻ്റെ
ചിന്തയിൽ ആ ഒരു ചില സമയത്ത് എന്താ പറയുക, തീരെ ബാലൻസ്ഡ് അല്ലാത്ത, ഭയങ്കര എന്താ പറയുക, ഭംഗിയില്ലാത്തൊരു ഫ്രെയിമായിരിക്കും ആ ഒരു പോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഏറ്റവും സഹായിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം അവിടെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു പ്രപ്പോർഷൻ നോക്കി വരുമ്പോൾ ചിലപ്പോൾ അത് സിനിമയ്ക്ക് ഗുണം ചെയ്യില്ല. ഓക്കെ. അതുപോലെ വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഇന്ന് പലരും പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഫ്രെയിമിൻ്റെ ഒരു ഭംഗി വെച്ചിട്ടായിരിക്കാം. ഈ സിനിമയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഹോംവർക്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയാണ്? ഒരു ലൊക്കേഷൻ ഹണ്ടിന് പോകുന്ന സമയത്ത് ഫ്രെയിം സെറ്റ് ചെയ്ത് നമ്മുടെ മുൻധാരണ ഉണ്ടാവില്ലേ ഓരോന്നും ചെയ്യുമ്പോൾ? അത് ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ പൊതുവേ ഈ പറയുന്ന പോലെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ നമ്മൾ ആ സിനിമയെ എങ്ങനെ കാണണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കും. പിന്നെ ഡയറക്ടറിൻ്റെ അടുത്തും കൂടെ സംസാരിച്ചിട്ടാണ് നമ്മളൊരു ഓക്കെ ഇങ്ങനെയൊരു വിഷ്വൽ സ്കേപ്പാണ് ഇതിനുണ്ടാക്കേണ്ടത് എന്ന് തീരുമാനിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതിന് ശേഷമാണല്ലോ പിന്നെ ലൊക്കേഷൻ കാണലൊക്കെ. അപ്പോൾ ആ ലൊക്കേഷൻ കാണുമ്പോൾ അത് നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുക. ഇപ്പോൾ എനിക്ക് ഒരുപാട് സിനിമ ചെയ്ത എക്സ്പീരിയൻസുകളില്ല. പ്രളയശേഷം ഒരു ജലകന്യക എന്ന് പറയുന്നൊരു വീടിനകത്ത് തന്നെ ഏറെക്കുറെ നടക്കുന്നൊരു സിനിമയാണ് അത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. കാരണം അതിലെ ആദ്യ ഭാഗങ്ങളിൽ ഭയങ്കര റെസ്റ്റ്ലെസ്സായി നടക്കുന്ന, ആ വീടിനകത്ത് നടക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്കൊപ്പം എപ്പോഴും ക്യാമറയ്ക്കും ആ ഒരു റെസ്റ്റ്ലെസ്നെസ് വേണം. അല്ലെങ്കിൽ ഭയങ്കര ഫ്രെയിംഡ് അല്ലാതെ ഈ പറയുന്നത് കൊണ്ട് നടക്കുമ്പോഴും ആ കുലുക്കം അറിയുന്ന രീതിയിൽ പോകണം. അവർ സെറ്റിൽഡ് ആവുന്ന, അല്ലെങ്കിൽ ഇരിക്കുന്നതിനോടൊപ്പം ക്യാമറ ഇരുന്നാൽ മതി എന്നൊക്കെയുള്ള ചില തോട്ടുകൾ അങ്ങനെ നടത്തില്ല. ഇപ്പോൾ ധീരനിലേക്ക് വരുമ്പോൾ ആദ്യ ഭാഗങ്ങളിൽ എന്താ പറയുക, കോമഡി ആണെങ്കിലും അവിടുത്തെ ഹ്യൂമർ വർക്ക് ചെയ്യുമ്പോഴും വളരെ നോർമലായിരിക്കണം. നമ്മൾ ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ട് കോമഡി ഷൂട്ട് ചെയ്യാൻ തോന്നിയ പോലെ തോന്നരുത്. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒപ്പിയെടുക്കുന്നു എന്നുള്ളൊരു ഫീലിൽ വർക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു ആദ്യ ഭാഗങ്ങളിലേക്കുള്ള ഐഡിയ. ഇപ്പോൾ ലോഹി സാറിനെ പറ്റി വീണ്ടും പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ മനസ്സിൽ ഒളിപ്പിച്ചൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ സിനിമകളിൽ തന്നെ വ്യക്തമാണ്. ഇപ്പോൾ തനിയാവർത്തനം സിനിമയ്ക്കകത്ത് ബാലൻ മാഷ് പറയുന്നൊരു കഥയുണ്ട്, ഒരു പട്ടത്തിൻ്റെയും കുട്ടിയുടെയും കഥ. അതുപോലെ തന്നെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ ജയറാമൻ ധരിപ്പിച്ചിട്ടുള്ള റോയ് എന്നുള്ള കഥാപാത്രത്തിനോട് ലോഹി സാർ തന്നെ പറയുന്ന ഡയലോഗ്, ചോക്ക് മലയിരുന്നിട്ട് ചോക്ക് തേടിപ്പോയ ഒരാളുടെ കഥ. അപ്പോൾ കഥകളാൽ സംബന്ധമായിരുന്നു ലോഹി സാറിൻ്റെ ജീവിതം എന്നത് നിസ്സംശയമായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെന്ന നിലയ്ക്ക് ചെറുപ്പകാലം തീർച്ചയായിട്ടും ഇത്തരം കഥകൾ കേട്ടിട്ടുണ്ടാവും, അച്ഛൻ കഥകൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ഇങ്ങനെ സിനിമാ കഥകളായിട്ടുള്ള കഥകൾ അങ്ങനെ പറയലില്ല. ഞങ്ങളുടെ അടുത്ത് എന്താ പറയുക, കഥ മൊത്തത്തിൽ ഉള്ളിലൊന്ന് രൂപപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ റിയാക്ഷൻ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ആ കഥ പറയുന്നല്ലാതെ സിനിമ കഥ അല്ലാതെ പൊതുവെ നമ്മൾ മുത്തശ്ശി കഥകൾ എന്ന് പറയുന്ന പോലെ അങ്ങനെ അച്ഛൻ കഥയായിട്ട് ഉള്ളതിലുപരി അനുഭവങ്ങൾ ഒരുപാട് പറയും. അപ്പോൾ അതെല്ലാം കേട്ട് വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്, ഇപ്പോൾ അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ അതുപോലെയുള്ള അനുഭവങ്ങൾ ഇല്ല, കുറച്ചുകൂടെ ലൈഫ് ഈസി ആയിരുന്നല്ലോ എന്ന് തോന്നും. പക്ഷേ അച്ഛൻ്റെ അനുഭവങ്ങളാണ് കൂടുതലും പറയാറുള്ളത്. ഇപ്പോൾ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു തരാറുണ്ട്. ഇപ്പോൾ അന്നുണ്ടായിരുന്ന അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടും, ചില്ലറ ചെറിയ കാശ് കിട്ടാൻ വേണ്ടിയാണ് സിനിമ കാണാനോ ഇതിനെല്ലാം വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്നതിനായിട്ട് എന്താ മില്ലുകളിൽ പോയിട്ട് മരത്തിൻ്റെ തൊലി ഉരിഞ്ഞു കൊടുക്കുന്ന, ഇതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അത് കേട്ടിട്ടുണ്ട്. ഓർമ്മകളിലുണ്ട് കഥകൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എന്താ പറയുക, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പുതിയ കഥകൾ, ഇപ്പം ഞങ്ങളൊരു കഥ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ എപ്പോഴും ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും വരാൻ പോകും. അനുഭവങ്ങളാണ് കഥ. അതെ, അനുഭവങ്ങളിൽ നിന്നാണ് അതിലേക്ക് വരിക. വേറൊരു കൗതുകമുള്ളൊരു കാര്യം ഞാൻ വായിച്ചിട്ടുള്ളത്, കഥ എഴുതാനായിട്ട് കാർത്തികനൊരു അധോലോകം ഉണ്ടാവും. അപ്പോൾ പാലക്കാട് ലക്കിടിയിൽ ഇവിടെ ഒരു വീട് മുൻപ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചിന്തിക്കാനും കഥ എഴുതാനൊക്കെ ആയിട്ട്. ആ വീട്ടിൽ പോയിട്ടുണ്ടോ, അല്ലെ അവിടെ ഇപ്പോഴും ആ വീടുണ്ടോ? ആ വീട് ഇപ്പോഴും അമ്മ ഇപ്പോൾ അവിടെയാണുള്ളത്, താമസിക്കുന്നത്. അമ്മ അവിടെയാണുള്ളത്. അത് ഭൂതക്കണ്ണാടിക്ക് എല്ലാം ശേഷം വാങ്ങിച്ചൊരു വീടാണ്. അപ്പോൾ
അപ്പോൾ പലരും വിചാരിക്കുന്ന പോലെ പണ്ട് തൊട്ടുള്ള എല്ലാ കഥകളും അവിടെയില്ല. അവിടെയില്ല. ഭൂതക്കണ്ണാടിക്ക് ശേഷമുള്ള സമയത്ത് പക്ഷെ അവിടെ ഇരുന്ന് എഴുത്തും കുറവാണ്. അച്ഛൻ എപ്പോഴും എഴുതണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പേസിലേക്ക് വരണം. ഒരു ഹോട്ടൽ മുറിയോ, ഏറെക്കുറെയും ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ 1-ാം നമ്പർ മുറിയായിരുന്നു എഴുത്തിനായിട്ട് കൂടുതൽ കൊടുത്തിരുന്നത്. പക്ഷെ അതിന് മുമ്പുള്ള ചിന്ത, പിന്നെ സാധാരണക്കാരായിട്ടുള്ള ഇടപഴകൽ, അതിനെല്ലാം വേണ്ടിയിട്ടാണ് അവിടെ ലക്കിടിയിലെ വീട് കൂടുതൽ ഉപയോഗിച്ചത്. അപ്പോൾ കാരണം അച്ഛൻ എന്നും രാവിലെ നടക്കാൻ പോകുമ്പോൾ ഈ പറയുന്ന പോലെ നടപ്പ് പൊതുവെ വ്യായാമം എന്നുള്ളതിലുപരി നാട്ടുകാരായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരിത്. അപ്പോൾ സ്ഥിരം ഇത് ഉണ്ടാകുമ്പോൾ ചുറ്റുമുള്ള നാട്ടുകാർക്ക് ആ നടക്കുന്ന വ്യക്തി ഒരു സാധാരണക്കാരനായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, സിനിമാക്കാരൻ എന്നുള്ള ലേബിൾ എപ്പോഴും പ്രശ്നമാണ്. ആൾക്കാർ വളരെ നോർമലായിട്ട് സംവദിക്കില്ല. അതുകൊണ്ട് അവിടെ നടക്കും, ആളുകളെ കാണും, അവരവരുടെ പ്രശ്നങ്ങൾ പറയും. അപ്പോൾ 2 ചായക്കടയിൽ സ്റ്റോപ്പുണ്ട്. അപ്പോൾ ആ 2 സ്ഥലത്തും പത്രം വായിക്കുക, 2 പത്രങ്ങൾ 2 സ്ഥലത്തും വായിക്കും. പത്രം വായിക്കുക എന്നുള്ളതിലുപരി അത്രയും സമയം അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഇൻട്രാക്ഷനാണ്. സാധാരണ ജീവിതങ്ങൾ തേടിയുള്ളൊരു സാധാരണക്കാരോടൊപ്പം, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി നിന്നാലേ നമുക്ക് എന്താ പറയുക, എന്താണ് സമൂഹത്തിൽ നടക്കുന്നത്, എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. എന്നാലേ അവർക്ക് വേണ്ട സിനിമകൾ ചെയ്യാനും പറ്റുള്ളൂ. സംവിധായകൻ എന്ന നിലയ്ക്കുള്ള അച്ഛനെയാണോ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയ്ക്കുള്ള, കഥാകാരൻ എന്ന നിലയ്ക്കുള്ള അച്ഛനെയാണോ കൂടുതൽ ഇഷ്ടം ചോദിച്ചാൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക? ഇപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഥാകാരൻ എന്നുള്ള അച്ഛനെയാണ് ഇതുവരെ ചെയ്ത വർക്കുകൾ വെച്ച് ഇഷ്ടം. പക്ഷേ മുമ്പിലേക്കുള്ള വിഷൻ ഉണ്ടായിരുന്നത് വെച്ച് നോക്കുമ്പോൾ രണ്ടും ഈക്വലി ഇഷ്ടമാണ്. സംവിധായകൻ എന്നുള്ള രീതിയിലും കഥാകാരൻ എന്നുള്ള രീതിയിലും, ഇനിയിപ്പോൾ വരാനല്ലെങ്കിൽ മുമ്പോട്ട് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ രണ്ടും ഇഷ്ടം. പക്ഷേ കറൻ്റ്ലി ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ലെവൽ ഓഫ് വർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഥാകാരൻ. അത് അച്ഛനും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന എഴുത്തുകാരനായി അറിയപ്പെടുക എന്ന് പറയുന്നത് തന്നെയാണ് കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളുടെ ഭാഗമാണ്, അല്ലെങ്കിൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് ലോഹി സാറാണ്. അപ്പോൾ നമ്മളിപ്പോൾ തനിയാവർത്തനം ഭയങ്കര ഒരു ക്ലാസിക്കാണ്, ഒരു ബാലൻ മാഷയുടെ കഥാപാത്രം എന്ന് പറയുന്നത്. പക്ഷേ അസാധ്യമായിട്ടുള്ളൊരു ചിന്താഗതിയായിട്ടാണ് അത് കണ്ടു തീർത്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല അമരം മറ്റൊരു സിനിമയാണ്, ഭൂതക്കണ്ണാടി. അപ്പോൾ ഈ ലിസ്റ്റുകൾ ഇപ്പോൾ എന്നേക്കാൾ മുന്നേ പറഞ്ഞ ഒരാളാണ് ഈ പേരൻപിൻ്റെ സംവിധായകൻ റാം. അദ്ദേഹത്തിൻ്റെ മമ്മൂക്കയുടെ ഇഷ്ടപ്പെട്ട സിനിമകളുടെ കൂട്ടത്തിൽ സുഹൃതവും മറ്റു സിനിമകളൊക്കെ ഉണ്ട്. എന്നാൽ കൂടിയും അതിലുള്ളൊരു 3 സിനിമകളും ലോഹി സാറ് സംവിധാനം ചെയ്തതാണ്. അപ്പം എഴുതിയതാണ്. യെസ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ എന്താ പറയുക, ലൈക്ക് മമ്മൂട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു പാർട്ടാവാൻ ലോഹി സാറിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കഥാപാത്രങ്ങളുണ്ടായിരുന്നു? ആ കൂട്ടത്തിൽ മമ്മൂക്കയുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതായിരുന്നു? അല്ലാതെ അങ്ങനെ ഒന്നെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മെയിൻ 2 സ്റ്റാറുകളുടെയും 2 പേരുടെയും ഇതുപോലെ തന്നെ ഈക്വൽ ബോഡി ഓഫ് വർക്ക് ഉണ്ട്. കാരണം ഇതുപോലെ തന്നെയാണ് തീർച്ചയായിട്ടും കമലദളവും കിരീടവും ചെങ്കോലും എല്ലാം ആ ഒരു സൈഡിലും നിൽക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇപ്പം അച്ഛനും പറയാറുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതിലുപരി അച്ഛൻ്റെ സിനിമകളിൽ അച്ഛൻ്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു എന്നതിൽ ഒരുപാട് അഭിമാനം. ആർട്ടിസ്റ്റിനെ പരുവപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ്. ആർട്ടിസ്റ്റിനെ പരുവപ്പെടുത്തി എടുത്തു എന്നുള്ളതല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥാപാത്രത്തെ അവരത്രയും നന്നായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് അച്ഛൻ എപ്പോഴും കാണുന്നൊരു കാര്യം. കാരണം ലോഹിദാസ് എന്ന് പറയുന്ന എഴുത്തുകാരന് പേപ്പറിൽ ഇത് എഴുതി വയ്ക്കാം, പക്ഷേ ഇതിനെ സ്ക്രീനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാരക്ടറിനെ കൊണ്ടുപോകുന്ന നടനും അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുന്ന സംവിധായകനും എല്ലാം അതിൻ്റേതായ ഭാഗമുണ്ട്. അതിനെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത്. അപ്പോൾ അമ്മ എപ്പോഴും പറയുന്നത്, അവർക്ക് എന്താ പറയുക, ഇപ്പോൾ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ അല്ലെങ്കിൽ ആർക്കോ ആ നടന് ഈ എഴുത്തുകാരനെ അല്ല വേണ്ടിയിരുന്നത്, ഈ എഴുത്തുകാരൻ ആ നടനെ വേണ്ടിയിരുന്നത്. കാരണം ഈ ക്യാരക്ടേഴ്സിനെ നല്ല രീതിയിൽ സ്ക്രീനിലേക്ക് എത്തിക്കാൻ അവരെ ആവശ്യമായിരുന്നു.
അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കാലയളവിൽ ഒത്തിരി കാലം സിനിമാറ്റോഗ്രാഫി മേഖലയിൽ സഹായിയായിട്ട് പ്രവർത്തിച്ചു. പിന്നീട് ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് വന്നു. ഈ ഒരു കാലയളവ് എങ്ങനെയായിരുന്നു? സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കാം, എന്നാലും അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രോസസ്? തീർച്ചയായിട്ടും സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ അതൊരു ഒരാളിനേക്കാളും അധികം ഒന്നും പറയുന്നൊന്നുമില്ല. ഇവിടെ ഈക്വലി എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ആദ്യകാലങ്ങളിൽ കുറച്ച് ആനുകൂല്യം ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും അച്ഛൻ ഇതിലുണ്ടായിരുന്നതുകൊണ്ട്. പൊതുവെ അസിസ്റ്റ് ചെയ്യാനായിട്ട് പലരോടും ചോദിക്കാനായിട്ട് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു, ചോദിക്കാൻ. അങ്ങനെ ഒരു ആനുകൂല്യം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഒരു സിനിമ ചെയ്യുന്ന ലെവലിലേക്ക് എത്താനുള്ള സ്ട്രഗിൾ നമ്മുടെ സ്ട്രഗിൾ തന്നെയാണ്. അതിന് എന്താ പറയുക, ഒരുപാട് റിജക്ഷനുകൾ ഉണ്ടായിട്ടുണ്ട്, പലയിടത്തു നിന്നും മാറ്റിയിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രഗിളെല്ലാം ഞങ്ങളെ രൂപപ്പെടുത്തിയെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, സിനിമയിലുള്ള മറ്റാരും സഹായിച്ചില്ലേ? അതിൽ ഉള്ളൊരു മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരാനുള്ള പല സാധനങ്ങളും ഇവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ എൽ വി പ്രസാദിൽ ഫീസ് കൊടുത്തേക്കുന്നത് ദിലീപേട്ടനാണ്. ഇപ്പോൾ ക്യാമറ അവിടെ നിൽക്കാനുള്ള മറ്റ് പല ചിലവുകളും അല്ലെങ്കിൽ ഡ്രസ്സ്, ഇതൊക്കെ ഇപ്പോൾ എന്താ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ജീവിതമാർഗം അവർ തന്നിട്ടുണ്ട്, എന്ത് ചെയ്യാൻ മുമ്പോട്ട് പോകാനുള്ളത്. ഇതിലുപരി സഹായിച്ചില്ലേ എന്നൊക്കെ പലരും ചോദിക്കും, അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമ. പക്ഷെ അത് എന്താ പറയുക, ഒരുപക്ഷെ അവർക്ക് അച്ഛനെ കൂടുതൽ അറിയാവുന്നതുകൊണ്ടായിരിക്കാം അത് ചെയ്യാതിരുന്നത്. കാരണം അവർക്കറിയാം അങ്ങനെ എളുപ്പം ജീവിതമാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ലോഹിക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള സാധനം അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത് തന്നെ വരണം എന്നുള്ളത് അത് അച്ഛനും അമ്മയ്ക്കും എല്ലാം നിർബന്ധം ഉണ്ടായിരുന്ന കാര്യം. ഇപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു, ആരെങ്കിലോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാവില്ലേ, ആദ്യകാലങ്ങളിൽ ചോദിക്കാറുണ്ട്. ഇത് നിങ്ങളുടെ സ്ട്രഗിളാണ്, ആ സ്ട്രഗിളിൽ കൂടെ നിങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ അച്ചീവ്മെൻറ്റിലും നിങ്ങൾക്കൊരു വിലയുണ്ടാവുള്ളൂ. അതിൻ്റെ ആദ്യപടി എന്നോണം ധീരൻ പുറത്തിറങ്ങി. അതെ, നമ്മൾ അറിയപ്പെട്ടു, ഒരു കമേഴ്ഷ്യൽ സിനിമ നിനക്ക് അറിയപ്പെട്ടു തുടങ്ങി. അതെ. അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ടുള്ള ജീവിതം ഗംഭീരമാവട്ടെ, ഒരു നല്ല സിനിമാറ്റോഗ്രാഫറായിട്ട് തന്നെ അറിയപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ശരി.